നമ്മൾ അവനെ അത്ര അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല. അതെ, പറഞ്ഞു വരുന്നത് ഡെക്കോയാണ്, ബാർസയുടെ ഡയറക്ടർ ഡെക്കോയാണ് പറഞ്ഞു വരുന്നത്. ഡെക്കോ പറയുന്നു, നിക്കോ വില്യംസിനെ ഞങ്ങൾ ഒരിക്കലും അവനെ പിന്തുടർന്നില്ല. അവൻ്റെ പിന്തുടർന്ന് പോയില്ല. അവനെ വാങ്ങിക്കാൻ അത്ര ഒരു അപ്രോച്ച് നടത്തിയില്ല. പക്ഷേ അവൻ്റെ ഏജൻറ്റുമായിട്ട് നമ്മൾ പല തവണ സമീപിച്ചതാണ്. പക്ഷേ ആ ഡീൽ അങ്ങോട്ട് നടന്നില്ല എന്നാണ് ഇപ്പോൾ ഡെക്കോ പറയുന്നത്. എന്തായാലും വി നെവർ ചേസ്ഡ് ഹിം, ഇറ്റ് വാസ് ഹിസ് ഏജൻറ്റ് ഹു അപ്രോച്ച് അസ് മൾട്ടിപ്പിൾ ടൈംസ്. ഒരുപാട് തവണ ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡീൽ അങ്ങോട്ട് നടന്നില്ല. പക്ഷേ അവന് വേണ്ടി ഒരുപാട് നേരം അങ്ങ് നമ്മൾ നിന്നില്ല എന്നുള്ളതാണ്. അവർ റാഷ്ഫോർഡിനെ പോലത്തെ താരങ്ങളെ എത്തിച്ചിട്ടും ഉണ്ടായിരുന്നു ലോണിലെങ്കിലും. അത് കഴിഞ്ഞാൽ ലൂയിസ് ഡയസിനെ പറ്റി പറയുന്നു. ലൂയിസ് ഡയസിനെ സ്വന്തമാക്കാൻ ബാഴ്സയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു, ഡെക്കോ പറയുകയാണ്. പക്ഷേ ആ സൈനിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ആ സൈനിങ് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല നടന്നത്. അവൻ്റെ സൈനിങ്ങിൽ നമ്മൾ ഒപ്പിടാൻ ശ്രമിച്ചു. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നാണ് ഡെക്കോ പറയുന്നത്. വേറെ ഒന്നും ആൾ തുറന്നു പറയുന്നില്ല. താരം പിന്നെ ലിവർപൂൾ വിട്ട് ലൂയിസ് ഡിയാസ് അങ്ങ് ബയേൺ മ്യൂണിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് പോകുന്നു. എന്തായാലും രണ്ട് താരങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചു, ലൂയിസ് ഡയസിനെ നീക്കോ വില്യംസിനെ. പക്ഷേ രണ്ടും നടന്നില്ല. രണ്ടിൽ ഒരാളെങ്കിലും എത്തിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ കൂടുതൽ ശക്തിപ്പെട്ടേനെ. പക്ഷേ പകരം റാഷ്ഫോർഡിനെ സ്വന്തമാക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും മികച്ച രണ്ട് നീക്കങ്ങളാണ് ഫ്ലോപ്പായി പോയത്. പിന്നെ നീക്കോ വില്യംസിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പം ആ ഒരു ഡീല് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ബാർസയ്ക്ക് ഭാവിയിൽ ലൂയിസ് ഡയസിനെ പോലത്തെ താരങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം.